ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കണ എവിടെയെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതേ നമ്മുടെ എയർപോർട്ടിന്റെ അവിടെയാണ്. നമ്മൾ ഇതേ രാവിലെ ഫ്ലൈറ്റ് സ്പോട്ടിങ്ങിന് വേണ്ടി ഇറങ്ങിയേക്കണം. എൻ്റെ കൂടെ ഏതുകൊണ്ട് നമ്മൾ ഒരുമിച്ചാവുന്നു. നമ്മൾ എത്ര മണിക്ക് അട ഇറങ്ങിയ വീട്ടിൽ നിന്ന്? നമ്മൾ ഏകദേശം ഒരു 5:30 ആയപ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മളിപ്പോൾ ആ ഒരു മെയിൻ ലൊക്കേഷൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്ന ആ ഒരു ലൊക്കേഷൻ്റെ അവിടെയാണ്. ഇവിടെ അത്യാവശ്യം നല്ല മഴയുണ്ട്. നമ്മളിവിടെ നിന്നുകൊണ്ടിരുന്നപ്പോൾ ഒരാളും കൂടി വന്നിട്ടുണ്ട്, നമ്മുടെ ഫ്രണ്ട്. ഹലോ, കടി മാത്രം തരരുത്. പിന്നെ എത്ര ഫ്ലൈറ്റ് കാണുമല്ലോ ഒരു ദിവസം. ഓക്കെ, ബൈ. നമ്മൾ ആ ഫസ്റ്റ് കണ്ട സ്ഥലത്തുനിന്ന് മാറി കേട്ടോ. നമ്മളിപ്പോൾ വേറൊരു സ്പോട്ടിലാണ് വന്നേക്കുന്നത്. ഇവിടെ ഇത്രയും കൂടി ഈ നല്ല രീതിക്ക് നമുക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഈ ഒരു ലൊക്കേഷനിൽ ഫസ്റ്റ് ടൈമാണ് വന്നത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച സ്ഥലം അങ്ങേ അറ്റത്താണ്. അത് എയർപോർട്ടിന്റെ എൻഡ് സൈഡാണ് കേട്ടോ. അവിടെയാണ് നമ്മുടെ കല്ലിൻകൂട്ടം വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയായിരുന്നു. ഈ ഒരു ലൊക്കേഷൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു. ഇങ്ങനെ അറ്റം വരെയൊക്കെ പോയി നോക്കി, എന്നിട്ട് നമുക്ക് ഈ ഒരു ലൊക്കേഷൻ കിട്ടിയില്ലായിരുന്നു. പിന്നെ ഇതിലേക്ക് കൂടി കയറിയൊക്കെ വന്ന് ഇപ്പോഴാണ് ഇവിടെ. നേരത്തെ ഈ ഒരു മതിൽ പൊളിഞ്ഞു കിടക്കുമായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ട് ഇങ്ങനെ നല്ല രീതിക്കൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ അവർ അവരുടെ ഭയങ്കരമായിട്ട് ഹൈറ്റിൽ അവർ ബിൽഡ് ചെയ്തത്. ഈ കാണുന്ന ഒരു ഇതാ എന്താ, ചെളിയുടെ ഒരു കൂമ്പാരോ അല്ലേ? നമ്മൾ അതിലെ കൂടി ഇങ്ങനെ പിടിച്ച് കയറി വന്ന് ഇവന്റെ ഷൂ ഒക്കെ പൊളിഞ്ഞു. നമ്മളിപ്പോ വിസ്താരയുടെ ഒരു ഫ്ലൈറ്റ് വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തു. വിസ്താരയുടെ എയർബസ് A320 വരുന്നുണ്ട്. അപ്പൊ അത് ഡൽഹി ടു കൊച്ചി ഫ്ലൈറ്റ് ആണ്. അപ്പൊ ഇപ്പൊ ലാൻഡ് ചെയ്യുന്നതേ അവിടെ നിന്ന് വരുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. കണ്ടോ? അവിടെ ലാൻഡ് ചെയ്ത് വന്നിട്ട് അങ്ങോട്ട് അവരെടുത്തോണ്ടിരിക്കുന്നത് മേ ബി മറ്റേ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, ബ്രിഡ്ജ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇനിയിപ്പോ അടുത്തൊരു ഫ്ലൈറ്റും കൂടി ഏതാണെന്ന് നോക്കട്ടെ. നമ്മളിവിടെ വന്നപ്പോൾ മേളിൽ കൂടി വേറെ ഏതൊക്കെ ഫ്ലൈറ്റുകളൊക്കെ പോകുന്നുണ്ട്. നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഭയങ്കര മേളിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്ന് നിൽക്കുമ്പോഴേക്കും ഇവിടെ ഒരു സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും. ഇടക്കിടക്ക് ഇങ്ങനെ ഒരു എന്തോ അതെ എന്തോ സാധനങ്ങൾ ഇങ്ങനെ പൊട്ടണ പോലത്തെ സൗണ്ട് കേൾക്കാൻ പറ്റും. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ റൺവേ ഉണ്ടല്ലോ, ഈ റൺവേയിൽ കൊക്ക്, കിളികൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നിരിക്കുമ്പോഴേക്കും അവരെയൊക്കെ പറപ്പിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഒരേ പടക്കം പോലത്തെ ഇതൊക്കെ പൊട്ടിക്കും. അങ്ങനെ റൺവേ ക്ലിയർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യമൊന്നും സംഭവം. പിന്നെ ഇതിൽ കൂടി ഇടക്കിടക്ക് ഇങ്ങനെ ജീപ്പ് ഇങ്ങനെ പെട്രോളിങ്ങിന് നടക്കും. നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിലൊക്കെ ഫ്ലൈറ്റ് ഓടിക്കുന്നവർ സമ്മതിക്കണമല്ലേ. കാരണം ഇപ്പൊ തന്നെ ഇവിടെ മേളിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഫുള്ളിങ്ങനെ കോട പോലെ മൂടി വെക്കുക. അപ്പോൾ ആ ഒരു ഇതിലൊക്കെ അവരെങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ആലോചിക്കണം. അവർക്ക് അതിനുള്ള ഇതൊക്കെ ഉണ്ടാവും, കുറേ എന്താ പറയുക, മോഡേൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏതോ ആദ്യമായിട്ടാണ് ഈ ഒരു ലൊക്കേഷനിലേക്ക് വന്നത്. ഞാനും ആദ്യമായിട്ടാണ് ഈ ഒരു ലൊക്കേഷനിലേക്ക് വന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോയായിരുന്നു, അതിൻ്റെ അപ്പുറത്തും പോയായിരുന്നു. അതായത് നമ്മൾ ട്രെയിനും ഫ്ലൈറ്റും കൂടി ഒരേ സമയം കാണാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതെ കണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. പിന്നെ ഒരേ ജീപ്പുകളൊക്കെ റൗണ്ട് ചെയ്ത് ജീപ്പ് അവിടെ അതേ വരുന്നു. കണ്ടു, ഇങ്ങനത്തെ ഒരേ ജീപ്പുകൾ ഇങ്ങനെ ഒരേ റൗണ്ട് അടിക്കും ഇവിടെ. അങ്ങേ അറ്റത്തൊരു എയർ ഇന്ത്യയുടെ തോന്നുന്നു ഒരു ഫ്ലൈറ്റ് പതുക്കെ പുഷ് ബാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അത് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. നമ്മൾ വേറൊരു എയർ ഇന്ത്യ വെയിറ്റ് ചെയ്ത് നിൽക്കുമെന്ന് പറഞ്ഞല്ലോ. ഓ, 2 എടുക്കുന്നുണ്ടല്ലേ. അത് ഇൻഡിഗോ ആണോ തോന്നുന്നല്ലേ. 2 എടുക്കുന്നുണ്ട് അവിടുന്ന്. അപ്പോൾ ചിലപ്പോൾ ആ 2 പോയിട്ടായിരിക്കും നമ്മുടെ മറ്റേ നേരത്തെ പറഞ്ഞ എയർ ഇന്ത്യ ഇറങ്ങുന്നത്. അപ്പോൾ അത് നേരത്തെ ഇതിൽ കൂടി ആണെങ്കിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതുവഴി കറങ്ങി അപ്പുറത്തെ ലൊക്കേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ചിലപ്പോൾ ഇനിയൊരു റൗണ്ട് അടിക്കുമായിരിക്കും. ഇത് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ 2 പുഷ് ബാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി മെയിൻ റൺവേയിലേക്ക് കയറും. ഇവിടെ നിന്നായിരിക്കും മിക്കവാറും ടേക്ക് ഓഫ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ. അത് നമ്മുടെ ആ നേരത്തെ പറഞ്ഞ ആ ഒരു എയർ ഇന്ത്യ അവർ ലാൻഡിങ്ങിന് വേണ്ടി നിൽക്കുക. ഇപ്പോൾ അവിടെ ലാൻഡ് ചെയ്യും, അങ്ങേറ്റത്താണ് ലാൻഡിങ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും അവർ ടേക്ക് ഓഫ് ചെയ്യണത്. നേരത്തെ ടേക്ക് ഓഫ് ചെയ്ത ആ 2 ഫ്ലൈറ്റുകളില്ലേ, അത് നമ്മുടെ കൊച്ചി ടു ഹൈദരാബാദ് എയർബസ് A320 ആയിരുന്നു.
പിന്നെ അതിനു മുമ്പ് പോയത് നമ്മുടെ എയർ ഇന്ത്യയുടെ തന്നെ എയർബസ് A320 ആണ്. അത് മുംബൈയിലേക്കായിരുന്നു, കൊച്ചി ടു മുംബൈ ആയിരുന്നു. ഇവിടെ നിന്ന് തന്നെ ടേക്ക് ഓഫ് ചെയ്തത്. ഈ ഒരു ടൈമിലാണ് ടേക്ക് ഓഫ് ചെയ്തത്. പിന്നെ ഇനി 2 വരുന്നുണ്ട്. അപ്പൊ അത് ഇനി വെയിറ്റ് ചെയ്തിരിക്കുന്നില്ല, നമ്മൾ പോണേ. നമുക്കിനി കടയിലും കൂടി കയറാനുണ്ട്. അപ്പൊ നമുക്ക് പതുക്കെ തിരിച്ച് പോയാലെന്നാണ് ആലോചിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങണം. ഇത്തിരി ഇവിടെ നോക്കണ പോലെ അല്ല, ഇത് ഇത്തിരി ഹൈറ്റിലാണ് ഇരിക്കുന്നത്. നമുക്ക് 2 ഫ്ലൈറ്റും കൂടി കണ്ടിട്ട് പോയത്. നോക്കിയേ, നീ എന്താ നേരത്തെ പറഞ്ഞ ചേറ് പണിയാ? ചേറ് പണിക്ക് വന്ന പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അയ്യോ, ഒരു ഫ്ലൈറ്റും കൂടെ കണ്ടിട്ട് വന്ന് വിചാരിച്ച്. ഫോണൊക്കെ ആകെ ഫുള്ള് ചെളിയും വെള്ളമൊക്കെ ആയി. ഇവിടെ തോടുണ്ട് തൊട്ടപ്പുറത്തായിട്ട്. അത് കണ്ടിട്ട് അങ്ങനെയായിട്ട് തോന്നണം. കാരണം ഇതങ്ങ് അറ്റം വരെ ഉണ്ട്. ചിലപ്പോ ഇതേപോലെ ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടതായിരിക്കാം. നമുക്കത് നല്ല വിഷയമുണ്ട്. നമ്മൾ കയറി. അതിനപ്പുറത്തെ സ്ഥലത്തായിരിക്കും മിക്കവാറും ലാൻഡ് ചെയ്യണമല്ലേ. ഇപ്പുറത്ത് വന്ന് നിന്നപ്പോ ഫ്ലൈറ്റ് അപ്പുറത്ത് ലാൻഡ് ചെയ്യണം, അപ്പുറത്ത് വന്ന് നിന്നപ്പോ ഫ്ലൈറ്റ് ഇപ്പുറത്ത് ലാൻഡ് ചെയ്യണം. എന്തൊക്കെ നടക്കുന്നു. ഞാൻ ആ നേരത്തെ പറഞ്ഞ 2 ഫ്ലൈറ്റും അവിടെ തന്നെ വന്ന് ലാൻഡ് ചെയ്ത്. നമുക്ക് വിഷ്വലൊന്നും കിട്ടിയില്ല. തിരിച്ചു പോയാലോ? ആ ടേക്ക് ഓഫ് നിൽക്കണാണ്. അത് ടേക്ക് ഓഫിനാണ് കേട്ടോ. ഒരു ATR വന്നതായിട്ട് കണ്ട്. അത് ഭയങ്കര ചെറുതായി. ഇത് ടേക്ക് ഓഫ് നിൽക്കണ ഫ്ലൈറ്റാ അപ്പുറത്തുള്ളത്. അപ്പൊ അതിന്റെ ടേക്ക് ഓഫും കൂടി കണ്ടിട്ട് പോവാന്ന്. മിക്കവാറും ഞാൻ വീഴാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. ഇറങ്ങിക്കോട്ടെ. ചെരുപ്പ് കൂട്ടി പോടാ. എങ്ങും പിടിക്കാൻ പറ്റില്ല, ചെളിയായി. അടിപൊളിയായിരുന്നു. കേരള മാത്രം ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മള് ഫ്ലൈറ്റ് ഒക്കെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ ആ 2 ഫ്ലൈറ്റും കൂടെ നമ്മൾ ഇറങ്ങണ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പൊ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുവാണ്. ഇനിയിപ്പോ എവിടെ കയറാനുള്ളതാ? എന്നിട്ട് കടയിൽ പോണം നമുക്ക്. എടാ, ഇത് നമുക്കിനി ട്രിപ്പ് പോകണ്ടേ? ബാംഗ്ലൂർ പിടിക്കണം. നമുക്ക് ബാംഗ്ലൂർ പോകാം. നോക്കിട്ട് നമുക്ക് ഇവിടെ പറ്റുമെങ്കിൽ നമ്മള് നെക്സ്റ്റ് മന്ത് തന്നെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണമായിരിക്കും. നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഫ്ലൈറ്റ് എടുത്തിട്ടായിരിക്കും ഇത്തവണ പോകുന്നത്. നമ്മളിവിടെ ഇനി ഫ്ലൈറ്റ് കാണാനല്ല വന്നത്, നമ്മള് ഫ്ലൈറ്റിൽ കയറി യാത്ര ചെയ്യാനാണ് ഇനി വരാൻ പോകുന്നത്. നമ്മൾ മറ്റേ സ്പോട്ടിൽ നിന്ന് തിരിച്ച് നമ്മൾ ആദ്യം വന്ന ലൊക്കേഷനിലേക്ക് വന്നേക്കുവാണ്. ഇവിടെ ഇപ്പുറത്ത് നമ്മുടെ ATR കിടപ്പുണ്ട്, ചെറിയ ഒരു വിമാനം കിടപ്പുണ്ട്. അതിന്റെ തൊട്ടിപ്പുറത്ത് വേറെ ഒരു ലിവറിയാണ് കേട്ടോ. ഇതെനിക്ക് നോക്കിയിട്ട് മനസ്സിലാവുള്ള ഏത് ഫ്ലൈറ്റ് ആണെന്നുള്ള കാര്യം. ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ കൊച്ചിയിലേക്ക് വേറൊരു ഫ്ലൈറ്റ് വരുന്നുണ്ട്. ഒരു റെഡ് കളർ ലിവറി ആയിരുന്നു ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ അതെ സൈഡിൽ കൂടി വരുന്നുണ്ട്. കുറച്ച് മുമ്പ് നമ്മുടെ കൊച്ചി ടു ദോഹ ഒരു ഖത്തർ എയർവേസിന്റെ ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അത് എയർബസ് A330 ആയിരുന്നു. അത് അത്യാവശ്യം നല്ല ഹ്യൂജ് ആയിരുന്നു. അതിന്റെ സൈസ്. എൻ്റെ ഹെയർ ഒക്കെ കംപ്ലീറ്റ്ലി മെസ്ഡപ്പ് ആയിട്ടിരിക്കുവാണ്. ഇപ്പൊ മഴയായിരുന്നു, ഇപ്പോഴാണ് കുറച്ച് മഴ കുറഞ്ഞത്. നേരത്തെ കണ്ട ചെറിയ ഫ്ലൈറ്റ് ഇതേ ടേക്ക് ഓഫ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് ഇൻഡിഗോന്റെ ഒരു ഫ്ലൈറ്റും കൂടി കാണാനായിട്ട് പറ്റും. പ്രോബബ്ലി ബാംഗ്ലൂർ മുംബൈ ആ ഒരു റൂട്ടിൽ ഓടുന്ന ഫ്ലൈറ്റുകളൊക്കെ ആയിരിക്കും കാണുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ലൊക്കേഷൻ എന്ന് പറയാനായിട്ടുള്ളത്. ഈ ഒരു വ്യൂ പോയിന്റ് ആണ്. ഇതാണ് ഫേമസ് ആയിട്ടുള്ള വ്യൂ പോയിന്റ്. ഇവിടെയാണ് ആളുകൾ വരുന്നത്. രാത്രി ആളുകളുണ്ടാവും, രാവിലെ ആളുകളുണ്ടാവും, ഫുൾ ടൈം ഇവിടെ ആളുകളായിരിക്കും.
കൂടി ഒരുമിച്ച് കിട്ടിയിരിക്കുന്നു guys. ഒരു കാലം ഇതിലൂടെ യദുലിനൊക്കായിരുന്നു കേട്ടാ. ഞാൻ എത്ര നേരം നിന്നറിയോ ഇവിടെ, എന്നിട്ട് കിട്ടിയില്ല. എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയണ. നിനക്കല്ലേ കേൾക്കാൻ പറ്റണ? നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കുന്നു. നമ്മളവിടെ നിന്ന് നേരെ കഴിഞ്ഞിട്ട് നമ്മുടെ ആലുവ ശിവക്ഷേത്രമില്ലേ, അപ്പൊ അതിങ്ങനെ വെള്ളത്തിൽ മുങ്ങി കിടക്കണമെന്ന് അറിഞ്ഞായിരുന്നു. അപ്പൊ അത് കാണാൻ പോകാന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ അങ്ങോട്ട് നോയൻട്രി എന്നല്ല ഇട്ടിരുന്നത്, അവിടെ നോയൻട്രി ബോർഡ് വെച്ചിരിക്കുമായിരുന്നു. അപ്പൊ അങ്ങോട്ട് കയറി പോകാനായിട്ട് പറ്റിയില്ല. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പത്തിരി പറഞ്ഞു, പത്തിരിയും ചായയും പറഞ്ഞു. ഇപ്പൊ വീട്ടിലേക്ക് പോകണം. ഏകദേശം ഒരു അരമണിക്കൂർ ഇനി യാത്ര ചെയ്യാനുണ്ട്. വ്ലോഗ് എടുക്കുക, പറഞ്ഞോ, എന്താ പറയാനുള്ള? ഇതാണ് കുറെ നാളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീശൻ എന്നോട് പറഞ്ഞതല്ലേ. നീ ഷേപ്പ് ചെയ്യണമെന്നുള്ളതാണ് പറഞ്ഞത് ആദ്യം. മീശ എടുക്കണ്ടോ?